നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. നമ്മളുടെ ഒരു അടീനിയം ചട്ടിയിൽ കുറേ തൈകൾ ഇതിൻ്റെ ഉള്ളിൽ വീണ് മുളച്ചത് ഇതിൻ്റെ വിത്താണോ എന്നൊന്നും അറിയില്ല കേട്ടോ. കുറേ വിത്തുകൾ മുളച്ച് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നന്നായി പൂവിട്ട് നിൽക്കുന്ന ഒരു ചെടിയുണ്ട്. ഇന്ന് ഞാൻ വീഡിയോയിൽ പറയണതേ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ജൂൺ മാസത്തിൽ നൽകാൻ പാടില്ലാത്ത വളങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടു. അപ്പം ഞാൻ ആലോചിച്ചു, അടുത്ത മാസവും വരില്ലേ ജൂലൈ മാസത്തിൽ തൈകൾക്ക് നൽകാൻ പാടില്ലാത്ത വളങ്ങൾ, ഓഗസ്റ്റ് മാസത്തിൽ നൽകാൻ പാടില്ലാത്ത വളങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഈ തമ്പനയിലാണ് ആളുകൾ ആകർഷിക്കുന്നത്, ശരിയാ. അപ്പോൾ ഞാൻ മുന്നൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ജൂൺ മാസം മുതൽ 3-4 മാസം ഓഗസ്റ്റ് കഴിയണവരെയെങ്കിലും, മഴ കഴിയണവരെയെങ്കിലും ഒരു വളവും നൽകണ്ടെന്ന്. അത് സാധാരണ രീതിയിൽ വളർത്തുന്ന ആൾക്ക് ഒരു വളവും നൽകണ്ട. കൂടുതൽ വളം നൽകിയ അന്തരീക്ഷത്തിൽ ഈർപ്പം എത്ര കൂടുന്നോ അത് അടീനിയത്തിന് കേടാ. കാരണം നമ്മൾ അടിയിൽ നനച്ചാലും ഇല്ലെങ്കിലും അന്തരീക്ഷത്തിലെ വെള്ളം ഇത് കുറേയൊക്കെ വലിക്കും. അപ്പോൾ ഇലയുടെ മേലൊക്കെ ചെറിയ ഈർപ്പം തങ്ങി നിൽക്കാൻ സാധ്യത ഉണ്ട്. ഇങ്ങനത്തെ UV ഷീറ്റിൻ്റെ ഷെഡിലാണെങ്കിൽ പിന്നെ അത് പ്രശ്നമില്ല കാര്യമായിട്ട്. അപ്പോൾ ജൂൺ മാസത്തിൽ നൽകാൻ പാടില്ലാത്ത വളങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു വളമില്ല കേട്ടോ. നമ്മൾ ഒരു വളവും ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ നൽകണ്ട. അത് പൊതുവേ ആയിട്ട് പറയുന്നതാണ്, ഒരു വളം നൽകണ്ട. കാരണം ഇപ്പോൾ എല്ലുപൊടി ഇട്ടാൽ എല്ലുപൊടി അവിടെ കിടന്നിട്ട് അഴുകൽ വരും, ഉപ്പൽ വരും, ചെടി കേട് വരും. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ UV ഷീറ്റിൻ്റെ ഉള്ളിൽ വളർത്തുന്ന ആളുകൾക്ക് ഇതൊന്നും ബാധകമല്ല. കാരണം അവർക്ക് മഴ കൊള്ളാതെ വെക്കാനുള്ള സൗകര്യമുണ്ട് എങ്കിൽ സാധാരണ രീതിയിലുള്ള എല്ലാ വളവും നൽകാം. പക്ഷേ അന്തരീക്ഷത്തിൽ ചൂടില്ലാത്തത് കൊണ്ട് പൂവിടലുണ്ടാവില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു കമ്പനിയിൽ കണ്ട് ജൂൺ മാസത്തിൽ പൂവിട്ട് നിറയാൻ നൽകേണ്ട വളങ്ങൾ എന്നാ. നിങ്ങൾ എത്ര വളം നൽകിയാലും അമിതമായിട്ട് പൂവിട്ട് നിറയില്ല. കാരണം എന്താ വെച്ചാൽ അന്തരീക്ഷത്തിലെ ചൂട് ഇതിൻ്റെ പൂവിടലിനെ ബാധിക്കും. ജൂൺ മാസത്തിൽ പൂവ് വരും എങ്ങനെയെന്നറിയോ? മെയ് മാസത്തിൽ മുട്ട് വന്ന് തിങ്ങി നിറഞ്ഞ് മുട്ട് വന്ന് നിൽക്കണ ഇതാണെങ്കിൽ അത് ജൂൺ മാസത്തിൽ വിരിയും. പിന്നെ ജൂൺ മാസത്തിൽ മുട്ട് കൂടുതൽ വരാൻ സാധ്യത കുറവാണ്. കാരണം അന്തരീക്ഷത്തിലെ തണുപ്പ് കൂടുതലുള്ളത് കൊണ്ട്. അപ്പം നിങ്ങൾ കൂടുതൽ ഇനിയിപ്പോൾ ജൂൺ മാസത്തിൽ നന്നായിട്ട് പൂവിട്ട് നിറയുന്നത് കണ്ടിട്ട് ജൂൺ മാസത്തിൽ കണ്ടമാനം വളമിട്ട് കൊടുത്താൽ ചെടി കേട് വരുള്ളൂ കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി ജൂൺ മാസത്തിലും പൂവിട്ട് നിറപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് ഞാൻ പറയും, നിങ്ങൾക്കും വേണമെങ്കിൽ ചെയ്യാം. ഇതേപോലെ UV ഷീറ്റിൻ്റെ ഷെഡ് കെട്ടിയിട്ട് ചുറ്റും കാറ്റ്, അതായത് തണുത്ത വെള്ളം ഈർപ്പത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ എല്ലാം കൊടുത്ത്, വെന്റിലേഷൻ വേണം, കൊടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ ഉള്ളിൽ ബൾബുകൾ കെട്ടിത്തൂക്കുക. ബൾബ് കെട്ടിത്തൂക്കുമ്പോൾ ഒരു പ്രത്യേക സീക്വൻസിൽ കെട്ടിത്തൂക്കണം. എന്താണെന്ന് വെച്ചാൽ, സാധാരണ മഞ്ഞ ഉണ്ട ബൾബ് ഉണ്ട്, ഫിലമെൻ്റ് ലാമ്പ്, അതൊരു 4 ഇപ്പോൾ ഈ ഷെഡിലാണെങ്കിൽ ഒരു 4 എണ്ണത്തിലുള്ള സ്പേസ് ഉണ്ട്. ഇത് ഒരു 6 മീറ്റർ നീളവും 2 മീറ്റർ 2.5 മീറ്റർ വീതിയുള്ള ഷെഡാണെങ്കിൽ അതിലൊരു 4 ഇൻകാൻഡസൻ്റ് ലാമ്പ് മഞ്ഞ ഉണ്ട ബൾബുകൾക്ക് സ്പേസ് ഇടാം. അത് കെട്ടി തൂക്കിയാലുള്ള ഗുണം എന്താ അറിയോ? ഈ ഏരിയയിൽ, ഈ സ്പേസിൻ്റെ ഉള്ളത്ത് ഈർപ്പത്തെ മുഴുവൻ ബൾബിൻ്റെ ചൂട് വലിക്കും. അപ്പോൾ നമുക്ക് ഈർപ്പം കുറഞ്ഞു കിട്ടി. പിന്നെന്താണ് വേണ്ടത് ഒരു ചെടിക്ക്? വെളിച്ചം എന്ന് പറഞ്ഞത് പ്രകാശം, ഫോട്ടോസിന്തസിസിന് വേണ്ട സാധനം. അങ്ങനെയല്ലേ ചെടി വളരുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? LED ബൾബുകൾ, വെള്ള LED ബൾബുകൾ കെട്ടി തൂക്കി കഴിഞ്ഞാൽ, അത് പകൽ സമയത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇൻകാൻഡസൻ്റ് ലാമ്പും LED കൂടി മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ചെടിക്ക് ഫോട്ടോസിന്തസിസ് കൂടും. കാരണം പകൽ സമയത്ത് മഴക്കാലത്ത് വെളിച്ചം കുറവായിരിക്കും, കാർമേഘങ്ങൾ കൂടുതൽ വരുന്ന വെളിച്ചം കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് പൂവിടാൻ എന്തായാലും ബുദ്ധിമുട്ട്. അപ്പോൾ ആ നേരത്തെ നിങ്ങൾ ഇൻകാൻഡസൻ്റ് ലാമ്പിൻ്റെ ഒപ്പം LED ബൾബ്, വെള്ള LED ബൾബും കൂടി വെച്ച് നോക്കൂ, ഈ ചെടിക്ക് നല്ല വളർച്ച കിട്ടും. ആ സമയത്ത് നിങ്ങൾക്ക് വളം പ്രയോഗിക്കാം. കാരണം എന്താ? ഈർപ്പവും കുറവാണ്, വെളിച്ചവും കിട്ടുന്നുണ്ട്. സാധാരണ രീതിയിലുള്ള വളം പ്രയോഗിച്ചു കഴിഞ്ഞാൽ പൂവിടാൻ തുടങ്ങും. ഇനി അതിലും ഉപരിയായിട്ട് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ പൂവിട്ട് നിറയണോ? ആ വീഡിയോയിൽ പറയുന്ന കാര്യമല്ല കേട്ടോ പറഞ്ഞത്. ആ വീഡിയോയിൽ പറയുന്നത് കുറേ വളങ്ങൾ ഇട്ട് കൊടുക്കാനും ഇതൊക്കെ പറയേണ്ടതുണ്ട്, പൂവിടുന്നു പറയണം. അതല്ല ശരി. അതിനെന്ത് വേണം? പ്രകാശം കൂടുതൽ കിട്ടണം. അപ്പോൾ ഒരു ചെടിക്ക് വളരാൻ ഏത് പ്രകാശമാണ് കൂടുതൽ വേണ്ടത്, പൂവിടാൻ ഏത് പ്രകാശമാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കണം. അങ്ങനെ നീല വെളിച്ചവും ചുവപ്പ് വെളിച്ചവും കളറൊക്കെ നൽകുന്ന LED-കളുണ്ട്. ആ ബൾബുകൾ, നീല വെളിച്ചത്തിൻ്റെയും ചുവപ്പ് വെളിച്ചവും നൽകുന്ന LED ലാമ്പുകൾ ഇതിനകത്ത് 3-4 എണ്ണെങ്കിലും തൂക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവും.
അപ്പോൾ ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് ഈ ജൂൺ മാസത്തിൽ നല്ലോണം പൂവിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ, ജൂൺ ജൂലൈയിലൊക്കെ. ഇപ്പം നോർമലി അതൊക്കെ ഈ എക്സിബിഷൻ ചെയ്യുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ആ രീതിയിൽ സെയിൽ ചെയ്യുന്ന ആളുകൾക്കും ഉപയോഗിക്കാവുന്ന ഒരു ടെക്നിക്കാണ്. സാധാരണ ആളുകൾ ഇപ്പോൾ ഇത്രയും ബൾബൊന്നും തൂക്കിയിടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കും ഇത് പ്രയോഗിക്കാം. അല്ലാതെ ജൂൺ മാസത്തിൽ ഈ പൊടി കുറച്ചിട്ട് കഴിഞ്ഞാൽ ധാരാളം പൂവുണ്ടാവുമെന്നും ജൂലൈ മാസത്തിൽ ഈ പൊടി ഇട്ട് കഴിഞ്ഞാൽ ധാരാളം പൂവുണ്ടാവുമെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഞാനിത് ചെയ്ത് സക്സസ് ആയതുകൊണ്ട് പറയുന്ന കാര്യങ്ങളാട്ടോ. അപ്പോൾ അടീനിയത്തെക്കുറിച്ചുള്ള എൻ്റെ ഈ സയൻറ്റിഫിക് ആയിട്ട് പറയുന്ന കാര്യങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുണ്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുക. അവരോട് നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനൊക്കെ പറയുന്ന അറിയാം, എന്നാലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. താങ്ക്